ഇയാൾ ഈ ധാർഷ്ട്യം പറയുന്ന ഇയാൾ ആരാണെന്ന് ഞാൻ പ്രസംഗിക്കുമ്പോൾ എന്നാണ് അടൂർ ഗോപാലകൃഷ്ണൻ പറയുന്നത്. ഇയാൾ പ്രസംഗിക്കുന്നത് ആരും മിണ്ടരുതോ? വിവരക്കേട് പറഞ്ഞാൽ പറയാതിരിക്കട എന്ന് പറയാനുള്ള അവകാശം കേൾവിക്കാരനുള്ളൊരു സമൂഹമാണ് നമ്മുടേത്. ഇല്ലാത്ത ജാതിയുടെ പേരിൽ ഉണ്ടാകുന്ന ന്യായീകരണങ്ങൾ മാത്രമാണോ ഇത്? ഇല്ലാത്ത ജാതിയാണോ നമ്മൾ ഈ പ്രവർത്തിച്ചു കാണുന്നത്? അതാരാണ് പറഞ്ഞത് എന്ന് എനിക്കറിയില്ല. എന്തായാലും ഇല്ലാത്ത ജാതി എന്ന് പറയുന്ന ഈ മൂഢത്വം ആണ് മലയാളി സമൂഹത്തെ ഇത്രയും വലിയ ദുരന്തത്തിൽ കൊണ്ട് എത്തിക്കുന്നത്. ഇവരൊന്നും ഈ ലോകത്തല്ലേ ജീവിക്കുന്നത്, കേരളത്തിൽ തന്നെയല്ലേ ജീവിക്കുന്നത്. ഇവിടെ ജീവിച്ചിരുന്നു കൊണ്ട് നിരന്തരമായ ജാതീയ അതിക്രമങ്ങളും സ്ത്രീവിരുദ്ധതയും അരങ്ങുവാഴുന്ന കേരളത്തിലിരുന്നു കൊണ്ട് ഇവിടെ ജാതിയില്ല, ഇല്ലാത്ത ജാതിയാണ് പറയുന്നത്. ആരാണ് ഇവിടെ ജാതി പറഞ്ഞത്? ഇവിടെ ആരാ ജാതി പറഞ്ഞത്? അടൂർ ഗോപാലകൃഷ്ണൻ്റെ ഈ വിഷയത്തിലുള്ള സമീപനത്തിൽ ജാതി മേധാവിത്വത്തിൻ്റെ എലമെൻ്റ് ഉണ്ടെന്നുള്ള ഗുരുതരമായ വിമർശനമാണ് ഇവിടെ ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. അതല്ലെന്ന് പറയാൻ പറ്റില്ല. അത് വളരെ വ്യക്തമാണ്. കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗക്കാർക്ക് 1.5 കോടി രൂപ കൊടുക്കുമ്പോൾ അവർക്ക് കർശനമായ ട്രെയിനിങ് കൊടുക്കണമെന്നും ഒരു സവർണ നിയന്ത്രണത്തിലായിരിക്കണം അവർ സിനിമ എടുക്കേണ്ടതെന്നും പറയുന്നത് ഈ പറയുന്ന ഒരു ജാതി മേധാവിത്വത്തിൻ്റെ വാദമാണ്. അതൊരു ജീർണമായ മനസ്സാണ്. അത് നമ്മൾ ഒഴിവാക്കേണ്ടതാണ്. മലയാളി സമൂഹത്തിന് ഒട്ടും യോജിച്ചതല്ല, ജനാധിപത്യ സമൂഹത്തിനോട്ട് യോജിച്ചതല്ല ആ മനോഭാവം. ഇതാ പറയുന്നത്. അതില്ല, ഇവിടെ ഇല്ലാത്ത ജാതിയെ ആരെങ്കിലും ഇവിടെ ഇറക്കുമതി ചെയ്യുന്നതല്ല. ഇത് ഈ പറഞ്ഞ ആൾക്കാർ അവരുടെ സ്വന്തം ജീവിതം പരിശോധിച്ചാൽ അവർക്ക് മനസ്സിലാകും ഇവിടെ ജാതി ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം. എന്താണ് ഇപ്പം പുഷ്പവതിയെ അറിയില്ല എന്ന് അടൂർ ഗോപാലകൃഷ്ണൻ പറയുന്നു. ഇദ്ദേഹം ഈ ലോകത്തൊന്നും അല്ലേ ജീവിക്കുന്നത്? പുഷ്പവതിയെ കേരളത്തിലെ അത്യാവശ്യം കലാമേഖലയെ ശ്രദ്ധിക്കുന്ന മുഴുവൻ ആൾക്കാർക്കും പരിചിതയായ ഒരു ഗായികയാണവർ, ഒരു പെർഫോമറാണ്. അപ്പോൾ അവരെ അറിയില്ല എന്ന് ഇദ്ദേഹം ഇത്ര ധാർഷ്ട്യത്തോടെ പറയുന്നത് നിങ്ങൾക്കറിയായിരിക്കും, എനിക്കറിയാം. ഇയാളാരാ? ഇയാൾ ഈ ധാർഷ്ട്യം പറയുന്ന ഇയാൾ ആരാണെന്ന് ഇയാൾക്ക് അറിയത്തില്ലെങ്കിൽ ഞാൻ അന്വേഷിക്കട്ടെ എന്നാ പറയാം. അതാണ് മര്യാദ. പുഷ്പവതി അല്ലെങ്കിൽ പോലും ശ്രീ സനീം കവിക്കാട്, പുഷ്പവതി അല്ല എങ്കിൽ പോലും അരാഷ്ട്രീയത പറയുന്ന കേട്ടാൽ എഴുന്നേറ്റ് നിൽക്കാനും ചോദ്യം ചെയ്യാനുമുള്ള ആർജവവും ഉത്തരവാദിത്വവും അവകാശവും എല്ലാ മനുഷ്യർക്കുമില്ലേ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അത് അദ്ദേഹം പറഞ്ഞ ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഈ ജാതി എന്ന് പറയുന്നത് എങ്ങനെ ഒളിച്ചു കടത്തുന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. ഇവിടെ ഒരു വലിയ സെഷൻ നടക്കുകയാണ്, സിനിമാ പ്രവർത്തകരുടെ കോൺക്ലേവ് നടക്കുകയാണ്, സീരിയസ് സെഷൻ നടക്കുകയാണ്. അവിടെ ഒരു സ്ത്രീ എഴുന്നേറ്റ് എന്തോ പറയുന്നത്, അതും ഞാൻ പ്രസംഗിക്കുമ്പോൾ എന്നാണ് അടൂർ ഗോപാലകൃഷ്ണൻ പറയുന്നത്. ഇയാൾ പ്രസംഗിക്കുന്നത് ആരും മിണ്ടരുതോ? ഇതൊരു ജനാധിപത്യ സമൂഹമാണ്. ഇറ്റ് ഈസ് എൻ ഓപ്പൺ സൊസൈറ്റി, തുറന്ന സമൂഹമാണ്. വിവരക്കേട് പറഞ്ഞാൽ പറയാതിരിക്കട എന്ന് പറയാനുള്ള അവകാശം കേൾവിക്കാരനുള്ളൊരു സമൂഹമാണ് നമ്മുടേത്. അത് മാത്രമാണ് അവിടെ സംഭവിച്ചത്. താങ്കൾ പറയുന്നത് പെശകാണെന്ന് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്താനാണ് ഓഡിയൻസ് ശ്രമിച്ചത്. അതെന്നത് കാണാത്തത്. അപ്പം ഇതാണ് ജാതി. അതല്ലാതെ നമ്മൾ ഈ വിചാരിക്കുന്നത് പോലെ പണ്ടൊരു സിനിമാ നടൻ ഇവിടെ പറയുന്നത് കുഴി വിത്തി കഞ്ഞി കൊടുക്കുന്നത് ഇതൊന്നുമല്ല. ഇപ്പോഴത്തെ ജാതി എന്ന് പറയുന്നത് ഈ ധാർഷ്ട്യമാണ്. ഞങ്ങളുടെ മെന്റർഷിപ്പിൽ ഇവിടെ കാര്യങ്ങൾ നടക്കാവൂ, അവർക്ക് 1 കോടി രൂപ കൊടുക്കുന്നത് അഴിമതിക്ക് കാരണമാകുമെന്ന് എന്ത് അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹം പറഞ്ഞത്? ഒരു ജനതയെ മുഴുവനും അപമാനിക്കുന്ന അഴിമതിക്ക് കാരണമാകുമെന്ന് പറയുന്ന കാര്യം ഇയാൾ എന്ത് അനുഭവത്തിൻ്റെ എന്ത് ഡേറ്റയുടെ അടിസ്ഥാനത്തിലാണ് അടൂർ ഗോപാലകൃഷ്ണൻ പറയുന്നത്? അപ്പൊ ഇതൊന്നുമില്ലാതെ എന്ന് പറയാനുള്ള അവകാശം ഇയാൾക്കാർക്ക് എനിക്ക് കൊടുത്തിട്ടുണ്ടോ? ശരി, ഞങ്ങൾക്കില്ല എന്ന് ഇയാൾ പറയുന്നുണ്ടല്ലോ. ദളിതർക്കും ആദിവാസികൾക്കും സ്ത്രീകൾക്കുമില്ല എന്ന് പറയുമ്പോൾ ഇത് കൊടുത്തിട്ടുണ്ടോ? ഇദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ടോ എന്ന് പറയാനുള്ള അവകാശം? അങ്ങനെയല്ലല്ലോ. കാര്യങ്ങൾ സംയമനപൂർവ്വം പരിശോധിക്കാനുള്ള ഉത്തരവാദിത്വമുണ്ട്. ഇതൊരു സമൂഹത്തിലെ സിനിമാ മേഖലയിലേക്ക് ബാക്കി ഇല്ലാതെ അവിടെ ഇടം കിട്ടാതെ പോയവരെ ഇൻക്ലൂസീവ് ആക്കാൻ വേണ്ടി സർക്കാർ എടുക്കുന്നൊരു പ്രോഗ്രസീവ് പോളിസിയാണത്. അത് നടപ്പിലാക്കണമെന്നാണ് പറയേണ്ടത്. അത് പരിഹരിച്ച് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് പരിഹരിച്ച് നടപ്പിലാക്കണമെന്നാണ് പറയേണ്ടത്. അതിന് പകരം ഇവർക്ക് പൈസ കൊടുക്കുന്നത് ഇത്രയും പൈസ അവർക്ക് കൊടുക്കാൻ പാടില്ല, ഇത് ഇയാളാണ് തീരുമാനിക്കുന്നത്. ഇയാൾ ആരാണെന്ന് ഇതൊക്കെ തീരുമാനിക്കാനായിട്ട്?